നമസ്കാരം. മലയാള ജാലകത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ പരാമർശിക്കപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആയിരുന്നുള്ളതാണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ പരാമർശിക്കപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. രണ്ടാമത്തെ ചോദ്യം, പ്രാചീന മണിപ്രവാളത്തിലെ ആദ്യ കൃതി എന്നറിയപ്പെടുന്നത് വൈശിക തന്ത്രമാണ്. അനംഗസേനയാണ് അതിലെ കഥാപാത്രം. വേശ്യോപനിഷത്തെന്നും ചില കൃതികളെ പേര് കൊടുത്തിട്ടുണ്ട്. ഗണികാതന്ത്രമാണ് അതിലെ ഇതിവൃത്തമായിട്ട് പറയുന്നത്. രാവണ വിജയം ആട്ടക്കഥ രചിച്ചതായിരുന്നാണ്. രാവണ വിജയം ആട്ടക്കഥ രചിച്ചത് കിളിമാനൂർ തമ്പുരാനാണ്. കരീന്ദ്രൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. രാമചന്ദ്രവിലാസത്തിന് അവതാരിക എഴുതിയതായിരുന്നുള്ളതാണ് അടുത്ത ചോദ്യം. രാമചന്ദ്രവിലാസത്തിന് അവതാരിക എഴുതിയത് കേരളവാണിനി AR രാജരാജവർമ്മയാണ്. രാമചന്ദ്രവിലാസം മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ മഹാകാവ്യമാണ്. അഴകത്ത് പത്മനാഭക്കുറുപ്പാണ് അത് രചിച്ചിട്ടുള്ളത്. 21 സർഗങ്ങളാണ് അതിനുള്ളത്. മലയാളി മാസികയിലാണ് ഈ മഹാകാവ്യം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ലക്ഷണമൊത്ത ആദ്യ മഹാകാവ്യം എന്നറിയപ്പെടുന്നത് രാമചന്ദ്രവിലാസമാണ്. ആദ്യ മഹാകാവ്യമായി അറിയപ്പെടുന്നതും മലയാളത്തിലെ ആദ്യത്തെ ജനകീയ മഹാകാവ്യം എന്നറിയപ്പെടുന്നതും കൃഷ്ണഗാഥയാണ്. അടുത്തത്, ഏറ്റവും അധികം മഹാകാവ്യങ്ങൾ രചിച്ചതായിരുന്നുള്ളതാണ്. ഏറ്റവും അധികം മഹാകാവ്യങ്ങൾ രചിച്ചത് കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാനാണ്. അദ്ദേഹം മലയാളത്തിൽ 5 മഹാകാവ്യങ്ങളും സംസ്കൃതത്തിൽ 3 മഹാകാവ്യങ്ങൾ രചിച്ചിട്ടുണ്ട്. അങ്ങനെ 8 മഹാകാവ്യങ്ങൾ രചിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഏറ്റവും അധികം മഹാകാവ്യങ്ങൾ രചിച്ച കവിയായിട്ട് മാറുന്നത്. കുമാരനാശാൻ്റെ മരണത്തെ കുറിച്ച് ഒരു വിലാപം എന്ന കവിത രചിച്ചതായിരുന്നുള്ളതാണ് അടുത്ത ചോദ്യം. കുമാരനാശാൻ്റെ മരണത്തെക്കുറിച്ച് ഒരു വിലാപം എന്ന കവിത രചിച്ചത് മുതുകുളം പാർവതി അമ്മയാണ്. ഒരു വിലാപം എന്ന പേരിൽ മലയാളത്തിൽ 4 കൃതികളുണ്ട്. ഒന്ന് ഒരു വിലാപം എന്ന പേരിൽ VC ബാലകൃഷ്ണ പണിക്കർ ഒരു കൃതിയുണ്ട്. മറ്റൊന്ന് CS സുബ്രഹ്മണ്യം പോറ്റൊരു കൃതിയുണ്ട്. പിന്നെ അതുകൂടാതെ സ്വന്തം കുഞ്ഞിൻ്റെ മരണത്തെ വേദനിച്ചെഴുതിയൊരു കീഴ്കുടം രാമൻപിള്ള, അദ്ദേഹവും ഈ പേരിലൊരു കൃതി രചിച്ചിട്ടുണ്ട്. ഇവിടെ കുമാരനാശാനെ കുറിച്ച് ഈ കൃതി രചിച്ചത് ഒരു വിലാപം എന്ന പേര് രചിച്ചത് മുതുകുളം പാർവതി അമ്മയാണ്. അടുത്ത, നല്ല ഭാഷ എന്ന പേരിൽ 2 പേര് കൃതികൾ രചിച്ചിട്ടുണ്ട്. ആരെല്ലാമാണെന്നാണ്. ഒന്ന് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാനാണ്. പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യ കൃതി എന്നറിയപ്പെടുന്നത് നല്ല ഭാഷയാണ്. തമ്പുരാനെ കൂടാതെ ഈ പേരിൽ നല്ല ഭാഷ എന്ന പേരിൽ കൃതി രചിച്ചത് ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോനാണ്. അത് അപൂർണമാണ്. മലയാള ജാലകത്തിൽ മറ്റു ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.